மழை வந்ததாலே இசை நின்று போகுமா, புயல் வந்ததாலே மழை வந்து போகுமா, மழை வந்ததாலே இசை நின்று போகுமா, புயல் வந்ததாலே அலை என்ன போயுமா, ராகங்களால் தீபங்களே ஏற்றி வைத்தான் தான்சி, ராகங்களால் மேகங்களே நான் நிறுத்தி வைப்பேன் என்பேன், ரசிககி நார்வதை பார்க்கிறேன், உங்கள் பாதத்தில் என் தலை சாய்க்கிறேன், இசை எந்தன் ஜீவன் என்பேன். അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്താ എനർജി, ആ ഒരു സ്റ്റൈൽ എല്ലാം. സൂപ്പർ സ്റ്റാർ മാറി സൂപ്പർ ഡാൻസർ ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. ഇല്ലേ, ലാസ്റ്റ് അവള് കൊറേ ഡാൻസ് കളിച്ച് പാവം ക്ഷീണിച്ചോ? കുറച്ചല്ലേ, പക്ഷെ എല്ലാം കോസ്റ്റ്യൂമും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് ആ ലുക്കിലൊക്കെ വന്ന് കമലഹാസൻ സാറിനെ നോക്കി പഠിക്കാൻ തന്നെ നല്ല പാടായിരുന്നു അല്ലേ, ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. മഞ്ജരി ചേച്ചി. ധ്രുവ എന്തോ ആട്ടിച്ചു പൊളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കരഞ്ഞ കുട്ടിയാണ്. അതാ എന്ന് പറഞ്ഞപ്പോ തന്നെ. അതെ, എന്തായിരുന്നു ഇന്ന്? ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മൈക്ക് താഴെ വെച്ചു. പക്ഷെ ഇപ്പൊ എന്താ നടക്കാൻ പോകുന്ന ഒരു പിടിയില്ല. ഡാൻസ് എമ്മാതിരി ഡാൻസ് ആണിത്. ഈ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തോ? ഇപ്പൊ തൊട്ട് മുന്നേ കേറുന്നതിന് മുന്നേ ചെയ്തു. അപ്പൊ ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഇത് പാടണമെന്നുണ്ടെങ്കിലേ എന്താണ് എനർജി വേണ്ടത്? സൂപ്പർ ആയിരുന്നു. എനിക്ക് ഡാൻസ് കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അവിടുന്ന്. സൂപ്പർ മോളെ, സൂപ്പർ. ആ എടുത്ത എഫേർട്ടിനാണ് ആദ്യം വലിയൊരു കൈയടി. കാരണം ഇങ്ങനെ ഈ പാട്ട് പല ഷോസിലും ഞാൻ പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഡാൻസിന് വേണ്ടിയിട്ട് ഇത്രയും പരിശീലനം ആരും എടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള സാധാരണ എല്ലാവരും ജസ്റ്റ് 2-3 സ്റ്റെപ്പേ ചെയ്യുള്ളൂ. ഈ കുട്ടി അത് കൃത്യമായി പഠിച്ച് ചെയ്തു. അതിനനുസരിച്ച് എനർജിയിൽ. അതെ അതെ, വലിയ കയ്യടി അതിന്. പിന്നെ പാട്ട് നല്ല എനർജി ഉണ്ടായിരുന്നു. ഇതൊരു മെയിൽ സോങ് ആണ്, എന്നാലും മോളത് മോളുടെ രീതിയിൽ മനോഹരമായിട്ട് പാടി. സൂപ്പറായിരുന്നു. പിന്നെ ഈ തുള്ളലിന്റെ ഇടയിൽ നമുക്ക് എന്തായാലും സ്ട്രെയിൻ വരും, ശ്വാസം മുട്ടലുണ്ടാകും. പക്ഷെ എന്നാലും മോള് വലിയ പരിക്കുകളില്ലാതെ അങ്ങ് കൊണ്ടുപോയി പാട്ട്. എന്നാലും പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം 2-3 കാര്യങ്ങൾ ചേച്ചി പറയാം. അത് ഒന്ന്, ഇത്രയൊക്കെ ഞാൻ ഡാൻസ് ചെയ്തിട്ട് പാട്ട് പഠിക്കുകയാണെങ്കിൽ കുറ്റം പറയാൻ പോണാണ്. കുറ്റം പറയാൻ വല്ല കാര്യമുണ്ടോ? രണ്ടുപേരെ നമുക്ക് സഹിക്കും. ആവശ്യമുണ്ടോന്നൊക്കെ അല്ല കുട്ട, അതിങ്ങനെ മുകളിൽ പാടുമ്പോഴത്തേക്ക് ചില സ്ഥലം അത് മോക്ക് തന്നെ അറിയാം എവിടേക്ക് ഓയാത് ഫസ്റ്റ് പാടിയത്. അതിനുശേഷം അനുപല്ലവി വന്നത് അത് സൂപ്പറായി ആ മുകളിൽ പാടിയ പോർഷൻ. പിന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇടയിൽ. അതാ കുഞ്ഞ് പാവം ശ്വാസമൊക്കെ കിട്ടാണ്ടും കഷ്ടപ്പെട്ട് കളിച്ച് പാടി. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. മോൾ അങ്ങ് എൻജോയ് ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് പാടി. ഗംഭീര പെർഫോമൻസ്. ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കണമെന്ന് വിചാരിച്ച ആളാ.
ഇനി അടുത്ത പ്രാവശ്യം ദേഷ്യം പിടിപ്പിക്കാം. അതെ, ചിരിച്ചോണ്ടിരിക്കണം, എന്നും ഇതുപോലെ ആയിരിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. ആ മോളെ, മഞ്ജരി, യെസ് സർ. നമ്മളിത് ചുമ്മാതെ ഒരു മാർക്ക് കുറച്ച് പറഞ്ഞതിൽ നിന്ന് കരഞ്ഞില്ല. കരഞ്ഞു. കരഞ്ഞാൽ അവൾ എനിക്കിട്ടൊരു പണിയാന്ന്. എന്താ? ഞാൻ ഇവിടുന്ന് വളരെ സിൻസിയറായിട്ടൊരു പാട്ട് പറയൂ, നിൻ ഗാനത്തിൽ നുകരാത്ത തേനിന്റെ മധുരിമ എങ്ങനെ വന്നു പറയൂ. എന്തോ ഒരു എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ പോയി, തെറ്റി. അപ്പൊ അതിന് പ്രതികാരമായിട്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടാവും? പ്രതീക്ഷിക്കാം. ഞാൻ അതിന് റെഡി ആയിട്ട് ഞാൻ വന്നിരിക്കും. പ്രതീക്ഷിക്കാം. ഞാൻ പ്രതികാര ദാഹിയായിട്ട് മാറിയിരിക്കുക. ആ മക്കളെ, നല്ല ഒരു എന്താ പറഞ്ഞ ഒരു ഗും പാട്ട് മോളെ. അത് ഇത് ആരാ ഇത് ചെയ്തത്? ആരാണ് സംഗീതം? രാജ സാർ. ആ, ഇളയരാജ സാറിന്റെ. പിന്നെ എഴുതിയതോ? വൈരമുത്തു സാർ. പാടിയത് SPB സാർ. ആഹാ, ഈ കൂടുതൽ എന്ത് വേണം? പോരാത്തിന് കമലഹാസൻ സാറും കൂടെ. അതെ. അപ്പൊ എന്തൊക്കെയായാലും നല്ല മോള് നന്നായിട്ട് തന്നെ ചെയ്തടാ കേട്ടോ. അത് പ്രത്യേകിച്ച് ഡാൻസ്. ആദ്യം നീ പാടിയതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡാൻസ് ആണ് മോളെ. കാര്യം എനിക്ക് ഡാൻസ് ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇനി പാടുമ്പോ കൈ തട്ടുവേടയില് ഇല്ല. ആ, അങ്ങനെ വാക്ക് എന്നൊക്കെ ഞാൻ എന്റെ യഥാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. പ്രതികാരം പോലെ ഇരിക്കും. മക്കളെ, നന്നായിട്ട് പാടിയടാ. നല്ല രസം ഉണ്ടായിരുന്നു. കാര്യം ഇതൊരു ഫുൾ എനർജിയുള്ള പാട്ടാണ്. എനിക്കാകെ തോന്നി ഈ അനുപല്ലയും ചരണത്തിന്റെയും തുടക്കം അത് ഒരു ശ്രുതിയിൽ നിൽക്കുന്നില്ല മക്കൾക്ക്. അതാണൊരു മെയിൻ പ്രോബ്ലം പ്രധാനമായിട്ട്. അത് ഫ്ലാറ്റ് ആവും മക്കള്. അപ്പൊ അത് നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് പാടിയാൽ. അനുപല്ലയിലെ ഫസ്റ്റ് അല്ലേ? ഏതെങ്കിലും പാട് പറ്റിയ അപ്പൊ അവക്കാനെ അറിയാം ഇറങ്ങുന്നെന്ന്. ആ, இடி என்று கை தட்டும் தடையொன்றுமில்லை மழை வந்து கேட்டட்டும். മക്കളെ, എന്താണ് കടയൊണ്ടുമില്ല എന്ന്? ഇത് ബന്ധാണോ? കട. ആ, തടയൊണ്ടുമില്ലേ മഴ വന്ന് കേക്കട്ടും. മഴ വന്ന് കേക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് മക്കളെ എന്താന്നത്? മക്കളെ, രസികരിൻ എന്ന് പറഞ്ഞ ഫാൻസ്. രസികരിൻ ആർവത്തെ. ആർവത്തെ കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. അവിടെ മേളിലുള്ളത് ഈ പ്രധാനമായിട്ട് ഈ തുടക്കത്തിലാണ്. അപ്പൊ മോളെ അതേ ഉള്ളു തീത്ത എന്നുള്ള ആ നോട്ട് കൃത്യമായിട്ട് ഹിറ്റാവുന്നുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ മറ്റേതെല്ലാം മോൾ അതിൻ്റെ ഒരു എന്താ പറയണ്ട ഒരു ജീവൻ ഉൾക്കൊണ്ട് തന്നെ പാടി. പ്രത്യേകിച്ച് ഡാൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. എനിക്ക് ഡാൻസ് ഒന്നും അറിഞ്ഞില്ല, പക്ഷെ എന്നാലും ആ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മോള് ചെയ്യുന്ന കാണുമ്പോൾ അത് രസിക്കാനുള്ള ഒരു കഴിവ് ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇളയരാജ എന്ന് പറഞ്ഞത് ഒരു മഹാപ്രതിഭാസമാണ്. അദ്ദേഹം ഇത് അറേഞ്ച് ചെയ്ത് പാട്ട് വളരെ സിമ്പിളാണ്. ഒരു പല്ലവി നോക്കിയ ഒരു സമാധാനമാണ്. പക്ഷെ അതിൻ്റെ കോഡ് പ്രോഗ്രഷനും അതിൽ ആ ഗിറ്റാർ മൂവും ബേസ് ഗിറ്റാറൊക്കെ അദ്ദേഹം അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു നിവൃത്തിയില്ല. കാരണം ആ പാട്ടിനെ അതാണ് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നത്. അതല്ല വെറും ഞങ്ങന്നൊരു കോഡിട്ടാൽ മുകളിൽ ഒരു സുഖവും കാണത്തില്ല കേൾക്കാൻ. അത് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റാണ്. മനസ്സിലായില്ലേ? താരി തീതാരി താനീനേ താരാരി തീതാരേ ഇത് താരാരി ദീതാരീ ഇത്രേ ഉള്ളു പാട്ട്. ഇതൊക്കെ ഇത് അദ്ദേഹം അറേഞ്ച് ചെയ്തേക്കുന്നതിൻ്റെ സെക്കൻഡ് ഹാഫ് ദാരി കം 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 എന്ന് പറഞ്ഞൊരു ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. നമുക്കതൊന്ന് കേൾക്കാമോ? നമ്മുടെ ഓർക്കസ്ട്ര മാത്രം. ആഹാ, ഇത് come on.
വണ്ടർഫുൾ വണ്ടർഫുൾ സൂപ്പർ സൂപ്പർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു രാജാ സാറിന് പ്രണാംസ്. വേറെ ഒന്നുമില്ല മക്കളെ. എന്തൊക്കെയാലും നമ്മൾ ഇപ്പം സമാസമം ശരിയായി. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ അല്ലേ? ഇനി ഒന്നും പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ. അവസ്ഥയെ പറ്റില്ല. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു നല്ല ഒരു പെർഫോമൻസ്. ഈ പാട്ടിനെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു, അതെല്ലാം കറക്റ്റ്, അതെല്ലാം ശ്രദ്ധിച്ചോണം കേട്ടോ. ശ്രുതി മാത്രമാണ് മെയിനായിട്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഡാൻസ്, കോസ്റ്റ്യൂം എല്ലാം മനോഹരമായിരുന്നു. ഈ പാട്ടിന് വേണ്ടുന്ന പ്രത്യേകിച്ച് ഇതൊക്കെ ബുദ്ധിമുട്ടാട്ടോ. നിങ്ങൾ ഫീമെയിൽ വോയിസിൽ ഈ പാട്ടൊക്കെ ഇമ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഇതൊരു ഫീമെയിൽ സോങ് തന്നെ ആയിരിക്കും എന്ന് ഒറിജിനൽ പാട്ട് കേൾക്കാത്തവർ വിചാരിക്കും ഇത് ഒരു ഫീമെയിൽ സോങ് ആയിരിക്കുന്നു. അത്രയും അതിനോട് എന്തെന്നാ പറയുക, നല്ല പൊരുത്തപ്പെട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ധ്രുവ, നല്ല കമന്റ്സ് അല്ലേ? നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ 8.4 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി ആദ്യം ഒന്ന് കിലുക്കി കാണിക്കും, പിന്നെ മാർക്ക് പറയത്തുള്ളൂ. 8.5. താങ്ക് യു ചേച്ചി. ഔസേപ്പച്ചൻ സർ. ഓക്കെ ഓക്കെ, സോ ടോട്ടൽ 16.9. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.